ഹായ് ഗൈസ്. വീട്ടിലിരുന്ന് ഭ്രാന്തായപ്പോഴത്തേക്കും എന്തെങ്കിലും പുറത്ത് കഴിച്ചാലും ചിന്ത. അങ്ങനെ ഉറയും കിടന്ന പെങ്ങളെയും ചവിട്ടിക്കുത്തി മാമീനെയും പിള്ളാരെയും അമ്മേനെയും കൂട്ടി ഞങ്ങൾ ഹോട്ടൽ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. വിശപ്പിന്റെ വീഡിയോ എന്താണോന്നറിയില്ല. വണ്ടി നടത്തിയ ഉടനെ ഞാൻ ആദ്യമേ ചാടി ഇറങ്ങി. എന്റെ പിന്നാലെ പിള്ളാരും തൊട്ടുപറയെ മാമി. പിന്നൊന്നും നോക്കിയില്ല. അപ്പൊ തന്നെ സ്റ്റെപ്പും ചാടി കയറി കൈയും കഴുകി കിറ്റൊരു മേശ കിറങ്ങിയിരുന്നു. പിന്നെ ഒട്ടും താമസിച്ചില്ല. മെനു കാർഡ് നോക്കി ബിരിയാണി വെച്ച് ഉറപ്പിച്ച് എല്ലാവരും അപ്രൂവൽ വാങ്ങി. ചിരിച്ച് തലയായിട്ട് പെങ്ങന്മാരും ഓർഡർ ചെയ്ത ടൈമിൽ കുറച്ച് വെള്ളം കുടിക്കാന്നുള്ള മൈൻഡിൽ കുറച്ച് വെള്ളം അങ്ങോട്ട് ഊറ്റി വെള്ളം കൂടി അവിടെ കഴിഞ്ഞപ്പോൾ ബിരിയാണി ഒന്ന വീഡിയോ എടുക്കാൻ പോലും കൊടുക്കാതെ ഞാനോടും തട്ടി കൊച്ചിനെ പേടിപ്പിച്ച് കണ്ണുരുട്ടി കഴിപ്പിക്കുന്ന മാമിയാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലാത്ത വീട്ടിൽ പത്രമില്ലാത്തോളം അവിടെ പോയി എന്തിനാണ് നമ്മൾ പത്രം വായിച്ചിരുന്നത്. തെലങ്കാന കണ്ടോന്നെ പിള്ളേരിൽ അവിടെ കിരാടയായി. അങ്ങനെയൊക്കെ എത്തുമ്പോൾ അവിടുത്തെ പാഴ്സലും വാങ്ങി ഞങ്ങൾ അങ്ങനെ ഇറങ്ങി. ഇതിൻ്റെ ഇടയ്ക്ക് കിടന്നൊന്ന് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് വൈകുന്നേരമായി നമ്മൾ അറിഞ്ഞില്ല. ബോധം വന്നപ്പോൾ എല്ലാവരോടും പിന്നെയും കാറി കയറി അപ്പാപ്പനെയും വിളിച്ച് മാമിയും ഞാനും അമ്മയും പിള്ളേരെയും കൂടെ ബീച്ചിലോട്ട് പോകാനുള്ള പുറപ്പാട് തുടങ്ങി. അവിടെ ചെന്ന് വണ്ടി ഒന്ന് ഒതുക്കി നോക്കിയപ്പോഴാ ഒരു ഐസ്ക്രീം കാണാം. പിന്നെ ഒന്നും നോക്കിയില്ല. പിള്ളേരെ വിളിച്ച് കാണിച്ചു കൊടുത്ത് നേരെ വെച്ച് വിട്ട്. അവിടെ ചെന്നപ്പോഴാ ആ കൂടെ ഉള്ളത് മഞ്ഞ ഐസ്ക്രീം. എന്നാ മഞ്ഞയെങ്കിൽ മഞ്ഞായിരിക്കട്ടെ. കോൺ ഐസ്ക്രീം വാങ്ങിച്ചങ്ങോട്ട് തട്ടി. കൂട്ടത്തിൽ ആകെയുള്ള അന്തരേണി പോയി. ഇവനാണെങ്കിൽ ഈ വെള്ളത്തിൽ ഇറങ്ങാൻ പേടി. പിന്നെ നോക്കിയില്ല. പൊക്കിയെടുത്ത് വെള്ളത്തിൽ നിർത്തി. ചെറുക്കൻ്റെ പേടി മാറ്റാനല്ലോ ഏത്. അങ്ങനെ അവരെ നിർത്തി. പിന്നെ ആൾക്ക് ഇഷ്ടമായി. കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ പിന്നെ അത്രയല്ലോ. നമ്മൾ പിന്നെ വീട്ടിലോട്ട് അങ്ങ് തിരിച്ചു.